വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം നമുക്ക് ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഒരുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കും. ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നെല്ലാം മാറി ഏകാഗ്രതയോടെ ആത്മീയ ഉണർവോടെ അവിടുത്തെ തിരുവചനത്തിനു മുമ്പിൽ കാതോർക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഈ വചനം പ്രഘോഷിക്കുവാൻ എളിയ ദാസൻ്റെ അധരങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം എൻ്റെ നാവിൽ, ജെറമിയായുടെ നാവിൽ എന്ന പോലെ അവിടുന്ന് നിക്ഷേപിക്കണമേ. താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി പ്രഘോഷിക്കപ്പെടുന്ന വേളകളിൽ ഓരോ മക്കളും അനുഭവിക്കട്ടെ. ഇരുതല വാളിനെ വെല്ലുന്ന അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും സൗഖ്യമായി, വിടുതലായി, ആത്മീയ ആനന്ദമായി, പരിശുദ്ധാത്മ നിറവായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ലോകചിന്തകളെക്കാൾ ഉപരിയായ ദൈവികമായ സമാധാനം കൊണ്ട്, ദൈവികമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയുവാൻ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതങ്ങൾ നിറയുവാൻ, എല്ലാവിധ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, ശാപദുരിതങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിടുതൽ പ്രാപിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഈ നിമിഷങ്ങളിൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, 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 ആരാധന. താവായ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ ദിവസം നമ്മൾ വിചിന്തന വിഷയമായി എടുക്കുന്നത് അനുകമ്പ തോന്നുന്ന യേശുവിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ്.
സുവിശേഷങ്ങളിൽ യേശുവിന് അനുകമ്പ തോന്നി എന്ന് പ്രതിപാദിക്കുന്ന സന്ദർഭങ്ങൾ ധ്യാനിച്ചുകൊണ്ട് യേശുവിന് അനുകമ്പ തോന്നിയപ്പോൾ കാരുണ്യവാനായ ദൈവത്തിൻ്റെ പുത്രൻ എന്താണോ നമ്മോട് ആവശ്യപ്പെട്ടത് അതുതന്നെ ഈ കാരുണ്യവർഷത്തിൽ അവിടെ നമ്മളോട് വീണ്ടും ലോകത്തോടും ഈ ലോകത്തിലുള്ള സകലരോടും അനുകമ്പ തോന്നുന്ന ഈശോ ആവശ്യപ്പെടുന്നു എന്ന സത്യം ഗ്രഹിക്കാൻ ഈ ശുശ്രൂഷ നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. യേശുവിന് അനുകമ്പ തോന്നിയ ഒന്നാമത്തെ സന്ദർഭമാണിത്. യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സിനഗോഗുകളിലും ചുറ്റി സഞ്ചരിച്ചപ്പോൾ യേശുവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ അനുകമ്പ തോന്നുകയാണ്. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ദൈവജനത്തിൻ്റെ അവസ്ഥ കണ്ട് യേശുവിന് അനുകമ്പ തോന്നുകയാണ്. അവരെ നയിക്കാൻ, അവർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാൻ, അവർക്കിടയനില്ലാത്ത അവസ്ഥ. അവർ പരിഭ്രാന്തരായ ആടുകളാണ്, നിസ്സഹായരായി നിൽക്കുകയാണ്. ചെന്നായി വരുന്നു, അവയെ കീഴടക്കുന്നു, ശത്രുക്കളെ കണ്ട് പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു പറ്റം ജനവിഭാഗത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. യേശു ഈ അനുകമ്പയ്ക്ക് പ്രതികരണമായി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളതുകൊണ്ട് ചെയ്യേണ്ടത് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കരുണയുടെ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ മനുഷ്യരിലേക്ക് സ്വന്തമായി സ്വീകരിക്കുവാനും സ്വന്തമാക്കിയ കരുണ സഹജീവികളുമായി പങ്കുവയ്ക്കുവാനുമായി ഈ വർഷം പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുമ്പോൾ യേശു ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയപ്പോൾ അവിടെ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടയനില്ലാത്ത ഈ ആടുകൾക്ക് വേണ്ടി വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കാരുണ്യത്തിൻ്റെ ഈ വർഷത്തിൽ ഒന്നാമതായി നമ്മളും സ്വന്തമാക്കേണ്ടത് ഈ യേശുവിൻ്റെ ആഹ്വാനമാണ്. പ്രാർത്ഥനയുടെ മനുഷ്യരായി നമ്മൾ മാറണം. അനുകമ്പ തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ, ഒരുപക്ഷെ നമ്മളെ ദ്രോഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് വെറുപ്പിന് പകരം അനുകമ്പ തോന്നണം. അവരിടയനില്ലാത്ത ആടുകൾ പോലെയാണ്, പരിഭ്രാന്തരും നിസ്സഹായരുമാണ്. നന്മയെന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ച പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ തിന്മകൾ കാണുമ്പോൾ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ദുശീലങ്ങളുടെ, ജഡികാസക്തികളുടെ ബന്ധനത്തിലേക്ക് നമ്മുടെ യുവതി യുവാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി കൂപ്പുകുത്തുമ്പോൾ ഇവിടെ പ്രാർത്ഥനയുടെ കരമുയരണം. ഈ ജനത്തിനു വേണ്ടി ദൈവമേ നീ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അനേകായിരങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന് ഈശോ പറഞ്ഞത്. അനുകമ്പ തോന്നി യേശുവിന്. പ്രാർത്ഥനയില്ലാത്ത, കൂദാശ ജീവിതമില്ലാത്ത, സഭയോടും സഭാവിശ്വാസത്തോടും പ്രാർത്ഥനാ ചൈതന്യത്തോടുമൊക്കെ മറുതലിച്ച് നിൽക്കുന്ന മക്കളെ കാണുമ്പോൾ കർത്താവേ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, ഇവരെ യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കണമേ, മാനസാന്തരത്തിൻ്റെ ചൈതന്യം ഇവരിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. രോഗികളും നിസ്സഹായരുമായി
രോഗത്തോടും വേദനകളോടുമൊക്കെ മല്ലിട്ട് തീവ്രമായ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും കടന്നു പോകുന്ന മനുഷ്യജന്മങ്ങളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പുവാൻ, കണ്ണീരൊഴുക്കുവാൻ, ത്യാഗമനുഷ്ഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം. യേശു തനിക്ക് അനുകമ്പ തോന്നിയപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തൻ്റെ വത്സല ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എങ്കിൽ ഇന്ന് ഈ കരുണയുടെ വർഷത്തിൽ ലോകത്തോട് മുഴുവൻ കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായ്ക്കും നമ്മളോട് പറയാനുള്ളത്, മക്കളെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവില്ല. ആയതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ദൈവകരുണയുടെ ഒന്നാമത്തെ മുഖമാണ്. യേശുവിൻ്റെ സ്നേഹം മുഖത്ത് പ്രകടമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് അനുകമ്പ തോന്നുമ്പോൾ അവർക്ക് വേണ്ടി പ്രഥമമായി ചെയ്യാൻ കഴിയുന്ന ദൗത്യം എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ കാരുണ്യത്തിലേക്ക് ഈ മക്കളെ കൂടി ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവനാമത്തിൽ അവരെ അനുഗ്രഹിക്കുവാൻ തയ്യാറാവുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ വഴിയായി കരുണയുടെ പ്രേഷിതരായി നമുക്ക് മാറാം. കരുണയുടെ ജപമാല ഫൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത് അതിനു വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കണം. കരുണയുടെ മണിക്കൂർ, തിരുമണിക്കൂർ, 3 മണി നേരത്ത് ഈശോ കുരിശിൽ പടഞ്ഞ സമയത്ത് ആ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതലുണ്ടാകുമെന്ന് ഈശോ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. കരുണയുടെ തിരുനാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കാൻ ഈശോ ആഹ്വാനം ചെയ്തു ഫൗസ്റ്റീനായിലൂടെ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കാരുണ്യത്തിൻ്റെ സ്പർശനം ലോകത്തിലേക്ക് ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവത്തിനു മുമ്പിൽ കരങ്ങൾ കൂപ്പാനും കരുണയുടെ ചാനലുകളായി മാറാനും നാം തയ്യാറാകണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ യേശുവിൻ്റെ അനുകമ്പ നിറഞ്ഞ സാഹചര്യത്തിൽ ഉള്ള പ്രതികരണം, യേശു മനോഭാവം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമതായി യേശുവിന് അനുകമ്പ തോന്നിയൊരു സന്ദർഭം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളാണ്. യേശു അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. അവൻ അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തി. അവസ്ഥ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. അവർ വിശപ്പ് കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. വിശക്കുന്നവൻ്റെ വിശപ്പും രോഗിയുടെ വേദനയും യേശുവിൻ്റെ മുമ്പിൽ അജ്ഞാതമല്ല. അവിടെ യേശു ചെയ്ത കാര്യം, ഒന്ന്, യേശുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് സൗഖ്യം കൊടുക്കലാണ്. അത് കൊടുത്തു. രണ്ടാമത് എന്താ പറഞ്ഞതെന്നറിയാവോ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഇതാണ് നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് വേണ്ടി, നിങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ ഇടയിൽ അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കൊടുക്കുവിൻ. അപ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥ യേശുവിൻ്റെ മുമ്പിൽ പറഞ്ഞു. 5 അപ്പവും 2 മീനും മാത്രമേ ഇവിടെ ഞങ്ങളുടെ കൈവശമുള്ളൂ. ഉടനെ ഈശോ പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവരിക, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. 5 അപ്പവും 2 മീനും യേശു എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അത് 5000ങ്ങൾക്ക് വിശപ്പടക്കാൻ അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിൻ്റെ വർഷത്തിൽ നമ്മളോടും ഈശോ ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടത് ചെയ്യുവിൻ. ഒന്നാമത് പ്രാർത്ഥിക്കണം. രണ്ടാമത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥ യേശുവിനറിയാം.
ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് കർത്താവിനോട് പറയണം. അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. വിധവയുടെ കൊച്ചുകാശ് പോലെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഒരംശം പാവപ്പെട്ടവനുമായി പങ്കുവയ്ക്കാൻ തയ്യാറാകണം. നമ്മൾ അനുഭവിക്കുന്നത് പോലുള്ള സൗകര്യം അനുഭവിക്കാൻ അവകാശമുള്ളവനാണ് നമ്മുടെ സഹജീവി എന്നുള്ള ബോധ്യത്തോടു കൂടി അവൻ്റെ അത്യാവശ്യങ്ങളിൽ അവൻ്റെ ആശ്രയമായി നമ്മൾ മാറണം. അവന് വേണ്ടത് കൊടുക്കണം. പക്ഷേ അത് കൊടുക്കുമ്പോൾ നമ്മളല്ല കൊടുക്കേണ്ടത്, യേശു കൊടുക്കണം. യേശുവിൻ്റെ കയ്യിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിലേ അത് 5000ങ്ങൾക്ക് അനുഗ്രഹമാവുകയുള്ളൂ. യേശുവിൻ്റെ കയ്യിലേക്ക് അപ്പസ്തോലന്മാർ കൊടുത്തു, യേശു അത് ആശീർവദിച്ചു. അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. യേശുവിലേക്ക് കൊടുക്കണം. നമ്മളല്ല കൊടുക്കേണ്ടത്, യേശു കൊടുക്കട്ടെ. ഞാൻ ചെയ്തു, എനിക്ക് പേരുണ്ടാകണം, എൻ്റെ പേര് പത്രത്തിൽ വരണം, എൻ്റെ പേര് മാർബിളിൽ എഴുതി വെക്കണം, അതിനുവേണ്ടി അല്ല ചെയ്യേണ്ടത്. യേശു എനിക്ക് തന്നെങ്കിൽ ഞാൻ യേശുവിന് കൊടുക്കുന്നു. യേശു അത് ആവശ്യമുള്ളവർ കൊടുക്കട്ടെ. ഈ ഒരു മനോഭാവത്തോടു കൂടി സഭയോടൊത്ത് ചിന്തിക്കുവാൻ, സഭയുടെ കാരുണ്യ പ്രവൃത്തികളിൽ പങ്കാളികളാകുവാൻ നമുക്ക് കഴിയണം. ഇത് വലിയ ദർശനമാണ്. യേശുവിന് അനുകമ്പ തോന്നിയപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾ തന്നെ കൊടുക്കാൻ പറഞ്ഞ യേശുവിൻ്റെ വചനം നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? എത്രയോ അനാവശ്യമായ ചിലവുകളാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനാവശ്യങ്ങളെ മാറ്റാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങളിൽ ചില ക്രമീകരണങ്ങൾ, ത്യാഗങ്ങൾ, സഹനങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? നമ്മുടെ അത്യാവശ്യങ്ങൾ തീർച്ചയായും നിർവഹിക്കപ്പെടണം. എന്നാൽ അനാവശ്യങ്ങളെ ഒഴിവാക്കുവാൻ, ആവശ്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തുവാൻ, അങ്ങനെ വേദനിക്കുന്ന സഹോദരങ്ങളുടെ, കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുടെ ജീവിതത്തെ നോക്കി അനുകമ്പയോടെ പെരുമാറാൻ, ആ അനുകമ്പയ്ക്കനുസരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയുള്ളൂ. 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്ന കുട്ടി ആരും കാണാതെ മറച്ചു വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ അത്ഭുതം നടക്കില്ല. കൊടുക്കാനുള്ള മനസ്സാണ് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിയുക. ദൈവം നൽകിയതിൽ നിന്ന് കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾക്കായി നമുക്ക് കൊടുക്കാം. സഭയോടൊത്ത് ചിന്തിക്കാം. സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖം നമ്മളിലൂടെ പ്രതിഫലിക്കട്ടെ. വേദനിക്കുന്നവർക്ക്, രോഗികൾക്ക്, കഷ്ടപ്പെടുന്നവർക്കൊക്കെ എത്രയോ നിസ്തുലമായ സേവനങ്ങളാണ് സഭയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സഭാ ശുശ്രൂഷകർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. നമ്മുടെ ആഘോഷങ്ങളിലെ സുഖലോലുപതയും മദ്യാസക്തിയും ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക്, ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാക്കുന്ന പ്രവൃത്തികളിലേക്ക് നമുക്ക് വരാം. പ്രകടനപരതയും ആഡംബര ഭ്രമവുമൊക്കെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകയാണ്. അനുകമ്പയുള്ള മുഖം നമുക്ക് നഷ്ടമാവുകയാണ്. അനുകമ്പയോടെ നോക്കുക മക്കളെ. ദൈവത്തിൻ്റെ അനുകമ്പയുടെ മുഖം നമ്മളിൽ പ്രതിഫലിക്കട്ടെ. വേദനിക്കുന്നവൻ്റെ വേദനയ്ക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ പരിഹാരം ചെയ്യാനിടയാകട്ടെ. അവൻ്റെ ആവശ്യങ്ങളിൽ ഞാൻ അവന് വേണ്ടി ചെയ്തില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നൊരു മനസ്സോടെ അവരുടെ ആവശ്യങ്ങളിൽ സഹായമായി എത്തുവാൻ, വേണ്ടത് ചെയ്യുവാൻ നമ്മുടെ അനുകമ്പ പ്രവൃത്തിയിലേക്ക് വ്യാപരിക്കട്ടെ. വചനം പറയുന്നു, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രകാശമായി മാറട്ടെ. കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന വചനം നമുക്ക് ഓർമ്മിക്കാം. അവരെൻ്റെ വേദനകൾ കാണുമ്പോൾ, അവരുടെ നിസ്സഹായാവസ്ഥകൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ കൂപ്പുവാൻ, ഒപ്പം അവരുടെ ആവശ്യങ്ങളിൽ കാരുണ്യത്തിൻ്റെ കരം നീട്ടുവാൻ യേശു കാണിച്ചു തരുന്ന വലിയ മാതൃക, അവിടുത്തെ ആഹ്വാനം നമുക്ക് പ്രചോദനമായി മാറട്ടെ. നമുക്കതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കാരുണ്യത്തിൻ്റെ പ്രവാചകരായി മാറുവാനുള്ള അഭിഷേകത്തിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു
സ്നേഹത്തെ. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനും ഉണ്ടായിരിക്കുമെന്നുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അങ്ങേക്ക് അനുകമ്പ തോന്നിയ 2 സന്ദർഭങ്ങളെ ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് നൽകുന്ന ആഹ്വാനം, 1 വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്നാണ്. 2 നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടത് കൊടുക്കുമെന്നാണ്. ഈ 2 വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളിതാ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ വേദനിക്കുന്ന, കണ്ണീരൊലി ഒഴുകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി, പാപഭംഗിലമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, തിന്മയുടെ പൈശാചികതയുടെ ബന്ധനത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി, ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഒപ്പം ഞങ്ങളുടെ കാരുണ്യത്തിൻ്റെ കരം നീട്ടപ്പെടേണ്ട എല്ലാ മേഖലകളിലേക്കും യേശുവിൻ്റെ നാമത്തിൽ കാരുണ്യ പ്രവൃത്തികളിലൂടെ, കാരുണ്യത്തിൻ്റെ ഒരു നോട്ടമോ കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയോ കാരുണ്യത്തിൻ്റെ ഒരു വാക്കോ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലാതെ ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ പ്രകടമാക്കിക്കൊണ്ട് അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇരുകരങ്ങളും കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് അല്പസമയം യേശുവിൻ്റെ ഈ മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ മുഖം നമ്മളിൽ നിറയട്ടെ, പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം നിറയട്ടെ, കാരുണ്യ പ്രവൃത്തികളുടെ ഒരു അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നിറയുക, നിറയുക, നിറയുക. ഓരോ മക്കളിലേക്കും നിറയുക. യേശുവിൻ്റെ സാന്നിധ്യമായി ഞങ്ങൾ മാറട്ടെ, യേശുവിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളായി ഞങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ. പ്രാർത്ഥനയുടെയും കാരുണ്യത്തിൻ്റെയും ജീവിക്കുന്ന അടയാളങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.